ഹായ് ഫ്രണ്ട്സ്, R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ 2025 പിറന്നതിന് ശേഷം നിഫ്റ്റി പലപ്പോഴും ഇതിനു മുമ്പ് 22,800 എന്ന ലെവലിൽ താഴെ ഇൻട്രാഡേയിലൊക്കെ പോയിരുന്നു. അത് നമ്മൾ കൃത്യമായി നോക്കുകയാണെങ്കിൽ 4 പ്രാവശ്യം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജനുവരി 27-നും ഫെബ്രുവരി 12-നും ഫെബ്രുവരി 14-ന് ഫെബ്രുവരി 15-നൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. അന്നൊക്കെ പക്ഷേ 22,800 താഴോട്ടേക്ക് പോയാലും നിഫ്റ്റി വീണ്ടും തിരിച്ച് 22,800 മുകളിൽ വന്നിട്ട് ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ 22,722 എന്ന ലെവലിലേക്ക് താഴോട്ടേക്ക് പോയിട്ട് പിന്നീട് 22,800 മുകളിലെത്താൻ ശക്തമായ ശ്രമം നടന്നെങ്കിലും അവിടെ ബയേഴ്സിന് ഇതിനെ 22,800 എത്തിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ 22,795 ക്ലോസ് ചെയ്ത നിഫ്റ്റി ആക്ച്വലി ആ ഒരു ക്ലോസിങ് ഇതിന് മുമ്പ് നടന്നത് 2024 ജൂണിലാണ്. അതായത് 8 മാസങ്ങൾക്ക് മുമ്പാണ് ഇതേപോലെയുള്ള ഒരു ലോ ക്ലോസിങ് നിഫ്റ്റി നടത്തിയിട്ടുള്ളത്. അതായത് കഴിഞ്ഞ 8 മാസത്തെ ഏറ്റവും ലോ ആയിട്ടുള്ള ക്ലോസിംഗ് ആണത്. ഇതുകൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 13 ട്രേഡിംഗ് ഡേയിൽ 12 പ്രാവശ്യവും നിഫ്റ്റി നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഒരു പ്രാവശ്യം മാത്രമാണ് ഗ്രീനിൽ ക്ലോസ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ 22,800 എന്നുള്ള ലെവലിൽ ഇതിനു മുമ്പ് നല്ല ശക്തമായിട്ട് ബയേഴ്സ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ആ ബയേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു വീക്ക്നെസ് നമുക്ക് പ്രകടമായതായിട്ട് കാണാം. അതേപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലും ഒക്കെ നല്ല ബൈങ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ബൈങ്ങിൻ്റെ ആ ഒരു ശക്തി കുറഞ്ഞിട്ട് കഴിഞ്ഞ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഒക്കെ നല്ല തോതിൽ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തതെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഇതൊരു റേഞ്ച് ബൗണ്ട് അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഓരോ റൈസും അത് സെല് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് സെല്ലേഴ്സ് കാണുന്നുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മുകളിലേക്ക് പോകാനാവാതെ നിഫ്റ്റി ഈ ഒരു റേഞ്ചിൽ നിൽക്കുകയാണ്. ഇതുകൂടാതെ നമുക്ക് കാണാൻ പറ്റും കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നിഫ്റ്റിയിൽ ഉണ്ടായിരുന്ന പോസിറ്റിവിറ്റി കാരണമായത് ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സെഗ്മെന്റിലുള്ള മൂവായിരുന്നു. പക്ഷേ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യലടക്കം എല്ലാ സെക്ടറുകളും റെഡിലാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ മെറ്റൽ സെക്ടർ മാത്രമാണ് ഗ്രീനിൽ നമ്മൾ കാണാൻ കഴിഞ്ഞത്. ഇവിടെ നമ്മളിനി മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സ്ട്രീം ഫിയറിൽ നിന്ന് ഫിയർ സോണിലേക്ക് അത് മാറിയതായിട്ട് കാണാം. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സൈൻ ആണ്. അതായത് നിഫ്റ്റി ഒരു കൺസോളിഡേറ്റ് ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ ഒരു ലെവലിൽ ഇങ്ങനെ നിൽക്കാൻ താഴോട്ടേക്ക് പോയില്ല എന്നുള്ള ഒരു സ്പെക്കുലേഷനാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിലവിൽ നമ്മുടെ മാർക്കറ്റിൽ അൺസർട്ടനിറ്റി സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ട്രംപ് അഡ്മിനിസ്ട്രേഷനാണ്. കാരണം ട്രംപ് വന്നതിന് ശേഷമാണ് ഈ രീതിയിലുള്ള അനിശ്ചിതത്വം മൊത്തത്തിൽ വേൾഡ് വൈഡ് മാർക്കറ്റും കാണാൻ പറ്റുന്നത്. അത് ഇന്ത്യയാണ് ഏറ്റവും മോശമായിട്ട് ബാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ റെസിപ്രോക്കൽ താരിഫ് എന്ന് പറയുന്ന ഒരു ആയുധം ഉപയോഗിച്ചാണ് ട്രംപ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായിട്ട് യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുന്നത്. റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ അമേരിക്ക ഒരു സാധനം ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ആ രാജ്യം എത്രയാണോ താരിഫ് എടുക്കുന്നത് അതേ താരിഫ് അമേരിക്കയും ചാർജ് ചെയ്യും എന്നുള്ളതാണ്. ഇത്ര നാളും അങ്ങനെ ആയിരുന്നില്ല. അമേരിക്കയുടെ ചാർജ് വളരെ കുറവായിരുന്നു. അവരുടെ ഇമ്പോർട്ട് ഡ്യൂട്ടിയൊക്കെ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ രാജ്യങ്ങളിൽ നല്ല തോതിലുള്ള ഡിമാൻഡ് ആ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോൾ ഇതിപ്പോൾ അവിടെയുള്ള പ്രൊഡക്റ്റിൻ്റെ അതേ ലെവലിലേക്കൊക്കെ ഇന്ത്യൻ പ്രൊഡക്റ്റുകൾ വരികയാണെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയും. അപ്പോൾ ഈ റെസിപ്രോക്കൽ താരിഫ് അതുകൊണ്ട് തന്നെ വളരെയധികം അപകടം പിടിച്ച ഒരു കാര്യമാണ്. ഇപ്പോൾ ട്രംപ് ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നത് അവിടെ സൗഹൃദമോ അല്ലെങ്കിൽ ശത്രുതയോ ഒന്നും പരിഗണിക്കാതെ യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ ഈ ഒരു താരിഫ് പ്ലാനുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു താരിഫ് സ്ട്രക്ചർ അത് ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന കാര്യത്തിൽ പല വിധത്തിലുള്ള സാധ്യതകളാണ് US അഡ്മിനിസ്ട്രേഷൻ പരിശോധിക്കുന്നത്. അപ്പോൾ ഇതിനുവേണ്ടി 150 ദിവസമാണ് ട്രംപ് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏപ്രിൽ ഫസ്റ്റ് വീക്കോട് കൂടിയായിരിക്കും ഇത് ആക്ച്വൽ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരിക. അപ്പോൾ ഈ ഗോൾഡ്മാൻ സാക്സ് പോലെയുള്ള റിസർച്ച് ഏജൻസികൾ പറയുന്നത് ഈ റെസിപ്രോക്കൽ താരിഫ് പ്ലാന് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ എങ്ങനെയായിരിക്കും ബാധിക്കുക എന്നുള്ളതാണ്. അവിടെ 3 വിധത്തിലുള്ള സാധ്യതകളാണുള്ളത്. ഒന്ന് കൺട്രി ലെവൽ റെസിപ്രോക്കൽ താരിഫ്. ഇതാണ് നടപ്പിലാക്കുന്നതെങ്കിൽ അവിടെ അമേരിക്ക ചെയ്യാൻ പോകുന്നത് അമേരിക്ക ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ മേൽ ഇന്ത്യ ചുമത്തുന്ന നികുതിയുടെ ഒരു ആവറേജ് എടുക്കും, വെയ്റ്റഡ് ആവറേജ്. അതേപോലെ ഇന്ത്യ അമേരിക്കയിൽ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അമേരിക്ക ചാർജ് ചെയ്യുന്ന അതിൻ്റെയും ഒരു ആവറേജ് എടുക്കും. എല്ലാ പ്രൊഡക്റ്റുകളുടെയും വെയ്റ്റഡ് ആവറേജ് എടുത്തുകൊണ്ട് പ്രൊഡക്റ്റ് ഏതാണെന്ന് പരിഗണിക്കാതെ ഈ വെയ്റ്റഡ് ആവറേജിനെ വെച്ച് എത്ര ഡിഫറൻസ് ഉണ്ട് എന്ന് നോക്കിയിട്ട് ഒരു ഫിക്സഡ് ചാർജ് ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 6.5% ഒരു വർധനവ് എക്സ്പോർട്ടിലുണ്ടാവും. അപ്പോൾ ഇതൊരു വലിയ അപകടം ഇല്ലാത്തൊരു കാര്യമായിരിക്കും. എന്നാൽ പ്രൊഡക്റ്റ് ലെവൽ താരിഫാണ് അമേരിക്ക ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഇന്ത്യയെ വളരെ ദോഷകരമായി ബാധിക്കും. അതായത് ഓരോ പ്രൊഡക്റ്റിനെയും എടുത്തുകൊണ്ട് ആ പ്രൊഡക്റ്റിന് എത്രയാണോ ഇന്ത്യ ചാർജ് ചെയ്യുന്നത് അതേ ചാർജ് അമേരിക്കയും ചാർജ് ചെയ്യും. അപ്പോൾ ഇത് വളരെ ടൈം കൺസ്യൂം ആയിട്ടുള്ളൊരു കാര്യമാണ്. അത്ര എളുപ്പത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് നടപ്പിലാക്കുകയാണെങ്കിൽ 11.5% ഒരു താരിഫ് ഇൻക്രീസ് ഇന്ത്യ അവിടെ ഇമ്പോർട്ട് ഡ്യൂട്ടിയിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ഇന്ത്യൻ കമ്പനികൾക്ക് വളരെ ദോഷകരമായിട്ട് ബാധിക്കും.
മറ്റൊരു സാധ്യതയുള്ളത് നോൺ താരിഫ് ബാരിയേഴ്സ് ആണ്. അതായത് ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പല പ്രൊഡക്റ്റുകളും ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ചില പ്രൊഡക്റ്റുകളിൽ ബാരിയേഴ്സ് ഉണ്ട്. അവിടെ ലൈസൻസിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഇമ്പോർട്ട് ലൈസൻസ്, അതുപോലെ എക്സ്പോർട്ട് സബ്സിഡി, അതുപോലെ സാങ്ഷനുമായി ബന്ധപ്പെട്ട റെസ്ട്രിക്ഷൻസ്, അതൊക്കെയുള്ള പ്രൊഡക്റ്റുകളെ ഇതേപോലെ റെസിപ്രോക്കൽ ഏർപ്പെടുത്തുകയാണെങ്കിൽ അതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. ഇവിടെ നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ അമേരിക്കൻ പ്രൊഡക്റ്റുകൾക്ക് ചാർജ് ചെയ്യുന്നത് വളരെ ഹൈ ടാക്സ് തന്നെയാണ്. അത് ഇന്ത്യയിലുള്ള കമ്പനികളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രധാനമായിട്ടും ആ സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ഓട്ടോമൊബൈൽ ട്രാൻസ്പോർട്ട് മേഖലയിലുള്ള സെക്ടറിലുള്ള പ്രൊഡക്റ്റുകൾക്കാണ് ഹൈ താരിഫ് പ്രത്യേകിച്ച് EV വെഹിക്കിൾ സെഗ്മെൻറ്റിലാണ് ഹൈ താരിഫ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ടെക്സ്റ്റൈൽ ഇമ്പോർട്ടിനും ഫാർമസ്യൂട്ടിക്കൽ ഇമ്പോർട്ടിനും ഒക്കെ, അതുപോലെ അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകൾക്കും നല്ല തോതിലുള്ള താരിഫ് ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന ഒരു വാർത്ത വളരെ ശ്രദ്ധേയമാകുന്നത്. അതായത് ഇന്ത്യ EV വെഹിക്കിൾ ഇമ്പോർട്ടിന് ഇപ്പോൾ ചാർജ് ചെയ്യുന്ന 110% ഇമ്പോർട്ട് ടാക്സ്. അത് കുറച്ചുകൊണ്ട് 15% കൊണ്ടുവരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ ഒരു കാരണമായിട്ട് പറഞ്ഞ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും അതുപോലെ തന്നെ ട്രംപും അതുപോലെ ടെസ്ലയുടെ CEO ആയ എലോൺ മസ്കും തമ്മിലൊക്കെ നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അവർ പ്രധാനമായിട്ട് ഉന്നയിച്ചത് ഈ ഇമ്പോർട്ട് ടാക്സ് കുറക്കാനാണ്. അപ്പോൾ അത് കുറച്ചിട്ടില്ലെങ്കിൽ ഇതേപോലുള്ള ടാക്സ് അവിടെയും ഏർപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ഓട്ടോ ആക്സിലറി കമ്പനികളൊക്കെ വലിയ തോതിലുള്ള തിരിച്ചടി നേരിടും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇത് കുറക്കാൻ തീരുമാനിച്ചാൽ പക്ഷേ ഇവിടെ നിലവിലുള്ള ഇന്ത്യയുടെ മാനുഫാക്ചറിങ് കമ്പനികൾക്കും അത് വലിയ തിരിച്ചടിയായിരിക്കും. അപ്പോൾ അത് നമുക്ക് മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം കാണാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ 2 മുതൽ 6% വരെ ഓട്ടോ ഇൻഡെക്സിലുള്ള സ്റ്റോക്കുകൾ ഇടിവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ താഴോട്ട് പോയത് തന്നെ ഓട്ടോ ഇൻഡെക്സ് ആയിരുന്നു. അപ്പോൾ അതിലുള്ള മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര പോലെയുള്ള സ്റ്റോക്കുകൾ 6% താഴോട്ടേക്ക് പോയിരുന്നു. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര നമുക്കറിയാം EV സെഗ്മെൻറ്റിൽ ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിനോട് ശക്തമായി മത്സരിക്കുന്ന കമ്പനിയാണ്. കൂടാതെ TVS മോട്ടോഴ്സ്, അതുപോലെ ബാറ്ററികൾ നിർമ്മിക്കുന്ന എക്സൈഡ് ഇൻഡസ്ട്രീസ്, മദേഴ്സൺ ഈ EV കമ്പോണൻസ് നിർമ്മിക്കുന്ന കമ്പനി, ഭാരത് ഫോർജ്, അപ്പോളോ ടയേഴ്സ്, അശോക് ലൈലൻഡ്, ഹീറോ മോട്ടോകോപ്പ് പോലെയുള്ള സ്റ്റോക്കുകളിലൊക്കെ ഇടിവുണ്ടായി. ഇപ്പോൾ 2 മുതൽ 5% വരെയുള്ള ഇടിവുകൾ പല സ്റ്റോക്കുകളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം മാർക്കറ്റ് ഒരു ബെയറിഷ് മൂഡിലേക്ക് പോകുമ്പോൾ ഓരോ ചെറിയ നെഗറ്റീവ് വാർത്തയും ബെയർസ് ആഘോഷിക്കും. തീർച്ചയായിട്ടും അവർ വലിയ തോതിലുള്ള സെല്ലിങ് നടത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നിഫ്റ്റിയിൽ ഇപ്പോൾ ഉള്ള കൺസോൾട്ടേഷൻ തുടരാനാണ് സാധ്യത. അപ്പോൾ ഈ താരിഫിൻ്റെ ഒരു അൺസർട്ടനിറ്റി, ആ അനിശ്ചിതത്വം ഒന്ന് സ്റ്റേബിൾ ആകുന്നത് വരെ 23,000 ലെവല്, അതുപോലെ നിഫ്റ്റിയുടെ 22,500 എന്ന ലെവൽ, ഈ ഒരു ലെവലിന് ഇടയിലായിരിക്കും. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നിഫ്റ്റി കുറച്ചു കാലം നിൽക്കാനുള്ള സാധ്യതയാണ് പൊതുവെ കണക്കൂട്ടപ്പെടുന്നത്. എന്നാൽ 2025 സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്കും നില മെച്ചപ്പെടുമെന്നാണ് പല ബ്രോക്കറേജ് ഹൗസുകളും പറയുന്നത്. ഇപ്പോൾ സിറ്റി പോലെയുള്ള ലീഡിംഗ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ബ്രോക്കറേജ് അവരുടെ ഒരു റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത് 2025 ഡിസംബർ ആകുമ്പോഴത്തേക്കും നിഫ്റ്റിയുടെ ലെവൽ 26,000 ടച്ച് ചെയ്യുമെന്നാണ്. അത് ഏകദേശം 13% ഒരു അപ്സൈഡ് മൂവ് ആയിരിക്കും. അതുപോലെ മോർഗൻ സ്റ്റാലിയും ഇതേ ഒരു സ്റ്റാൻഡ് തന്നെയാണ് പറയുന്നത്. ഇന്ത്യ അതിൻ്റെ ഔട്ട് പെർഫോമൻസ് 2025 സെക്കൻഡ് ഹാഫിൽ തുടരുമെന്ന് തന്നെയാണ്. കാരണം എക്കണോമിക് സ്റ്റെബിലിറ്റി അപ്പോഴത്തേക്ക് വരുമെന്നും അതുപോലെ ഈ കൺസംഷൻ ബൂസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ അതിൻ്റെ ഒരു ഫലം കിട്ടാൻ തുടങ്ങുക സെക്കൻഡ് ഹാഫിലായിരിക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിഫ്റ്റി ആ 26,000 ലെവലിലേക്ക് തിരിച്ചു വരുമെന്നുള്ള ഒരു ശുഭ സൂചകമായ വാർത്തയാണ് ഇവരൊക്കെ പങ്കുവെക്കുന്നത്. എന്നാൽ പലരും നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ആവറേജ് ചെയ്യാമോ, ഏത് സ്റ്റോക്കാണ് ഇപ്പോൾ ബൈ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾ. നമുക്കറിയാം ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ സംബന്ധിച്ചിടത്തോളം ഓരോ ഡിപ്പും വലിയ അവസരമാണ്. പക്ഷെ അവിടെ നേരിടുന്ന ഒരു പ്രശ്നം, നമ്മൾ ഓൾറെഡി പല സ്റ്റോക്കുകളിലും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഫണ്ട് കയ്യിലില്ലാത്തൊരവസ്ഥ ഉണ്ടാവാം. എന്നാൽ ഫണ്ട് കയ്യിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീർച്ചയായിട്ടും ഇത് ഒരു ബൈങ് അവസരം തന്നെയാണ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഏത് സ്റ്റോക്കാണ് ബൈ ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ വാങ്ങുന്ന പല സ്റ്റോക്കുകളും പിന്നെയും താഴത്തേക്ക് പോയിട്ട് നഷ്ടത്തിലേക്ക് പോകുന്നതായിട്ടുള്ള അനുഭവം പലരും പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വാങ്ങുന്ന സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ആവറേജ് ചെയ്യുന്ന സ്റ്റോക്കുകളിൽ നമുക്ക് എത്രമാത്രം കൺവിക്ഷൻ ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിൻ്റെ ബിസിനസ് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അത് നമുക്ക് 100% ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാതെ ടിപ്സിൻ്റെ അടിസ്ഥാനത്തിലോ സജഷൻസ് അടിസ്ഥാനത്തിലോ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ഡിപ്പ് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ സ്റ്റോക്ക് വിറ്റ് ഒഴിവാക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് അത് 40% ഇടിഞ്ഞിട്ടുണ്ട്. നാറ്റ്കോ ഇതേപോലെ വലിയ തോതിലുള്ള ഇടിവ് വന്നിട്ടുണ്ട്. ഈ 2 കമ്പനികളുടെ എക്സലൻറ്റ് മാനേജ്മെൻറ്റാണ്, ഫണ്ടമെൻ്റൽസ് നല്ലതാണ്. പക്ഷേ താൽക്കാലികമായി തിരിച്ചടി ഈ കമ്പനികൾക്കുണ്ട്. ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ ഗ്രോത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ആവറേജ് ചെയ്യാം. അപ്പോൾ ആ വിശ്വാസം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് വളരെ പ്രധാനം. ഇനി അത്തരത്തിൽ സ്റ്റോക്കുകൾ സ്പെസിഫിക് ആയിട്ട് ചെയ്യാൻ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ETF-കൾ, പ്രത്യേകിച്ച് ഇൻഡെക്സ് ETF-കൾ. ഇപ്പോൾ നമുക്കറിയാൻ പറ്റും നിഫ്റ്റി ബീസ്, ഇതൊരു ETF ആണ്. നിഫ്റ്റി 50 സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ETF ആണ്. ഇത് സെപ്റ്റംബറിൽ നിഫ്റ്റി 26,000 ടച്ച് ചെയ്തപ്പോൾ ഇതിൻ്റെ പ്രൈസ് 294 ആയിരുന്നു.
എന്നാൽ നിഫ്റ്റി ഇപ്പോൾ 13% താഴോട്ടേക്ക് വന്നപ്പോൾ ഇതിൻ്റെ പ്രൈസ് 255 താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ സ്റ്റോക്ക് നമ്മൾ വാങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ETF നമ്മൾ വാങ്ങുകയാണെങ്കിൽ 295 എന്നുള്ള ലെവലിലേക്ക് തീർച്ചയായിട്ടും നിഫ്റ്റി ഈ ഒരു വർഷം വരികയാണെങ്കിൽ നമുക്ക് എത്താൻ പറ്റും. പക്ഷെ അത് എപ്പോൾ വരുമെന്നോ ഏത് മാസത്ത് വരുമെന്നോ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം മാർക്കറ്റിനെ ഒരാൾക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെയുള്ള ഒരാൾ ഇതുവരെ ജനിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരു സ്പെക്കുലേഷൻ മാത്രമാണ്. പക്ഷേ സാധ്യതകളാണ് ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. കൂടാതെ നിഫ്റ്റി 50 ETF വളരെ സേഫാണ് എന്ന് പറയാൻ കാരണം അതിലെ ടോപ്പ് ഇന്ത്യയിലെ ബ്ലൂ ചിപ്പ് കമ്പനികളാണ് അതിലുള്ളത്. അപ്പോൾ ആ കമ്പനികൾ തകരുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുടെ ഒരു തകർച്ച തന്നെയായിട്ട് നമുക്ക് കണക്കൂട്ടേണ്ടി വരും. കൂടാതെ അതിൽ ഓരോ ക്വാർട്ടർലി റീബാലൻസിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അണ്ടർ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകൾ അതിൽ നിന്ന് പുറത്താവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഒരിക്കലും ഡീലിസ്റ്റ് ചെയ്യപ്പെടില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് ETF കൾ. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.